തീവെപ്പ് കേസ് ഏറ്റെടുക്കാൻ NIA. കേരള പോലീസ് UAPA ചുമത്തിയില്ലെങ്കിൽ കേസ് നേരിട്ട് ഏറ്റെടുക്കാനാണ് നീക്കം. 5 ദിവസം കാത്തിരുന്ന ശേഷം നടപടി ഉണ്ടാകാതിരുന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി സമാന്തര അന്വേഷണം നടത്താനാണ് NIAയുടെ നീക്കം. ഇതിനിടെ ഷാറൂഖ് സൈഫി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിലെ പമ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞു. ഷാരൂഖ് സൈഫിക്കെതിരെ UAPA ചുമത്താൻ കേരള പോലീസ് വൈകുന്നതിനാലാണ് കേന്ദ്ര ഏജൻസികൾ കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നത്. കേരള പോലീസിന്റെ തുടർ നീക്കങ്ങൾ 5 ദിവസം കൂടി നിരീക്ഷിക്കും. ശേഷം NIA കേസ് സ്വയം ഏറ്റെടുക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കും. ഷാരൂഖിന്റെ ഭീകരബന്ധം കണക്കിലെടുത്ത് NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അന്വേഷണത്തിന് അനുമതി തേടും. സമാന്തര അന്വേഷണ റിപ്പോർട്ട് NIA DIGക്ക് സമർപ്പിച്ചു. അന്വേഷണം ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടത്തേണ്ടതിനാൽ കേസ് ദേശീയ ഏജൻസികൾക്ക് കൈമാറണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാത്രം സ്റ്റേറ്റ്മെന്റ് വെച്ച് അന്വേഷണം നടത്തുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഒരു ലോൺ വോൾഫ് അറ്റാക്ക് ആണോ അതുപോലെ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് NIA ആണ്. ഇത് NIAക്ക് കൈമാറേണ്ട ഒരു ഫിറ്റ് കേസാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 306, 307, 326 വകുപ്പുകൾക്ക് പുറമെ റെയിൽവേ ആക്ടിലെ 151 വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് നിലവിൽ ഷാരൂഖ് സൈഫിക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതിയുടെ ഭീകരവാദ ബന്ധം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ UAPA ചുമത്താൻ വൈകുന്നതാണ് സമാന്തര നീക്കത്തിന് കേന്ദ്ര ഏജൻസികളെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന പോലീസ് UAPA ചുമത്തിയ ശേഷം കേസ് NIAക്ക് കൈമാറുകയാണ് പതിവ്. എന്നാൽ അത്തരമൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘം ബോധപൂർവം വൈകിപ്പിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട്. ഇതിനിടെ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഡൽഹിയിൽ നിന്നും ഷാരൂഖ് സൈഫി ആദ്യമെത്തിയത് ഷൊർണൂരിലാണ്. ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി. 2 ക്യാനുകളിലായി 4 ലിറ്റർ പെട്രോളാണ് വാങ്ങിയത്. പമ്പിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത പമ്പ് ഒഴിവാക്കി ഇവിടെ നിന്നും പെട്രോൾ വാങ്ങിയത് ആസൂത്രിതമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡൽഹിയിൽ നിന്നും സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലാണ് പ്രതി കേരളത്തിലെത്തിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ NIAയുടെയും ATSന്റെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ മുന്നിൽ കണ്ട് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കേരള പോലീസിന്റെ പ്രത്യേക സംഘം കേസിൽ UAPA ചുമത്തുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണെന്നാണ് സൂചന. കോഴിക്കോട് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്ന്. സംഭവം നടന്ന അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതി ഷൊർണൂരിലെ പെട്രോൾ പമ്പിലെത്തിയത്. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കേസിലെ പ്രതി ഷാറൂഖ് സൈഫി ഇവിടെ നിന്നും പെട്രോൾ മേടിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം ഇവിടുത്തെ ദൃശ്യങ്ങളെല്ലാം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇതിൽ CCTVയിലെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന വിവരം 2 കന്നാസുകളിലായി 4 ലിറ്റർ പെട്രോൾ ഇവിടെ നിന്ന് മേടിച്ചു പോയി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇന്ധനം തീർന്ന് വഴിയിൽ നിൽക്കുന്ന സമയത്ത് പല ആളുകളും ഇത്തരത്തിൽ ബോട്ടിൽ വന്ന് ഈ ഇന്ധനം മേടിച്ചു പോകുന്നതാണ്. പെട്രോളും ഡീസലും എല്ലാം മേടിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളാകും എന്ന് തന്നെയായിരിക്കും ഇവർ കരുതിയിട്ടുണ്ടാകുക. ഓട്ടോറിക്ഷയിലാണ് വന്നത് എന്നത് സംബന്ധിച്ചാണ് കൃത്യമായി വിവരം ലഭിക്കുന്നത്. പോലീസ് വന്നിട്ട് CCTV ക്യാമറ നോക്കിപ്പോയി, ഇത്ര തന്നെ, വേറൊന്നും പറഞ്ഞൊന്നുമില്ല. താമരശ്ശേരി ബിഷപ്പിനെ കണ്ട ശേഷം ഇപ്പോൾ K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഭകളുമായിട്ട് പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും അത് കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. തുടർന്ന് കൂടുതലായിട്ടും ഈ വിഷയങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അതൊരു പൊതുവായ വിഷയത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു റബ്ബറിന്റെ വിഷയം മാത്രമല്ല, കർഷകരുമായി ബന്ധപ്പെട്ട മറ്റ് പല വിഷയങ്ങളും ചർച്ചയാണ്. കേരളത്തിലെ ഗവൺമെന്റ് കൃഷിക്കാരെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കർഷക താൽപ്പര്യങ്ങൾ ബലികഴിക്കുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനത്തുള്ളത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ കർഷകർക്ക് അനുഭാവപൂർണമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ വ്യത്യാസം തീർച്ചയായിട്ടും കർഷകർക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് സഭകളിൽ എല്ലാം തന്നെ ആ തരത്തിലുള്ള ഒരു ചർച്ചകളുണ്ട്. വിശ്വസിക്കാവുന്ന ഒരു ഭരണ നേതൃത്വമാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഇന്നത്തെ സന്ദർശനത്തിനും ചർച്ചകൾക്കും അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ
ഒരു ബന്ധവുമില്ല. ഞങ്ങളിന്ന് നാളെ നടക്കുന്ന സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈസ്റ്റർ ഗൃഹസമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് പിതാവിന് നാളെ വന്ന് കാണാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇന്ന് വന്ന് കണ്ട് സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ അനിൽ ആന്റണി വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അരിക്കൊമ്പനെ പ്രതീക്ഷിച്ച BJPക്ക് കുയ്യാനയെ കിട്ടിയെന്ന്. ആരാണ് സുധാകരനാണ് അനിക്കൊമ്പൻ? എനിക്കറിഞ്ഞൂടാ. ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു കൊമ്പനെ പ്രതീക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടുകളാണ് പ്രശ്നം. ശക്തമായ നിലപാടുകളുള്ളവർക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് തറ ഇപ്പോൾ പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു പ്രസക്തി തന്നെ ഇല്ലാതായിരിക്കുകയാണല്ലോ. ബഹുമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള ശ്രീ AK ആന്റണിയുടെ മകന് പോലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ വിശ്വാസ്യതയില്ലാത്തൊരു നിലയിലേക്ക് വന്നിരിക്കുന്നതിൽ അതിന് സുധാകരൻ ഞങ്ങളോട് കെറിവിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസും അതിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും എടുക്കുന്ന തികച്ചും നകാരാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള തിരിച്ചടിയാണ് വ്യാപകമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ തകർച്ച, സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ച അനിവാര്യമാണ്. കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുമെന്ന് സുധാകരന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ സംഭവം നടന്ന് ഇപ്പോൾ 7 ദിവസം പിന്നിടുന്നു. ഈ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? NIA അന്വേഷണം BJP ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, NIA വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തീവണ്ടിയിൽ തീവെപ്പ് നടത്തിയ സംഭവത്തിന് സാധാരണ ഒരു പ്രതി മാത്രം കുറ്റക്കാരനായിട്ടുള്ള ഒരു സംഭവമായിട്ടത് കണക്കാക്കാൻ പോകുന്നില്ല. അതിൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേരള പോലീസിന് എന്തെങ്കിലും മൃദു സമീപനം ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അതവർ ആ വെള്ളം വാങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ദേശസുരക്ഷയെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് വിട്ടുവീഴ്ച ചെയ്താലും മോദി സർക്കാർ ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നില്ല. കേരളത്തിൽ കൂടുതൽ ആളുകൾ BJPയിലേക്ക് എത്തും. അല്ല, അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു മുൻകൂർ പ്രഖ്യാപനത്തിനൊന്നും മുതിരുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ജനവികാരം, നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ടുള്ള ജനവികാരം സംസ്ഥാനത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിഷപ്പ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. റബ്ബർ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകളിൽ ബിഷപ്പിന് BJP അനുകൂല ചായ്വുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഏറെ ചർച്ചയായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയിലും രാഷ്ട്രീയമില്ല എന്നാണ് സുരേന്ദ്രൻ ആവർത്തിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. തെളിവെടുപ്പിന് മുമ്പേ പ്രതിയെ ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേസിൽ തീവ്രവാദ ബന്ധം ഉറപ്പിച്ചതിനാൽ ദേശീയ ഏജൻസികളുടെ തുടർ നീക്കവും പ്രസക്തമാണ്. പ്രതി കേരളത്തിൽ ആദ്യമായി എത്തിയ ഷൊർണൂരും ഇനി അന്വേഷണ കേന്ദ്രമാകും. കോഴിക്കോട് മലർക്കുന്നിൽ AR ക്യാമ്പിൽ പ്രതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വളരെ വിശദമായ ചോദ്യാവലി ഉപയോഗിച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, കേസിൽ വളരെ പ്രസക്തമാണ് ഈ ചോദ്യം ചെയ്യൽ. കാരണം ഈ കസ്റ്റഡി അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിക്ക് കേരളത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇയാളുടെ തീവ്രവാദ ബന്ധം പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ തെളിവെടുപ്പ് നടത്തണം. അത് കേരളത്തിനകത്തും പുറത്തും നടത്തണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം കടന്നു ചെല്ലണമെങ്കിൽ ഈ ചോദ്യം വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ട നടപടികളാണ് ഇപ്പോൾ മണിക്കൂറുകളായിട്ട് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന്റെ ആദ്യ പടിയായിട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നാണെന്ന് കണ്ടെത്തിയത്. ഇനി സ്വാഭാവികമായിട്ടും ഈ പ്രതിക്ക് കേരളത്തിൽ ലഭിച്ച സഹായം, അതായത് ഷൊർണൂരിൽ വന്നിറങ്ങിയത് മുതൽ ഇയാൾ എവിടെയായിരുന്നു, എന്ത് ചെയ്തു, ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ആരെല്ലാം വിളിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം മാത്രമേ തെളിവെടുപ്പിന് ഇയാളെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഷൊർണൂരിലെ ഈ പെട്രോൾ വാങ്ങിച്ച സ്ഥലം, അതുപോലെ തന്നെ ഈ അക്രമം ഇയാൾ ചെയ്ത എലത്തൂര്, അതേപോലെ ഈ കത്തിച്ച ബോഗി, കമ്പാർട്ട്മെന്റ് എന്നിവയുടെ ഈ ഇവിടങ്ങളെല്ലാം തന്നെ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ട്. അതിനു മുൻപ് ഈ പ്രതിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും, ഇയാളുടെ വെയറബൌട്ട്സ്, അതായത് ഇയാളുടെ ചരിത്രം പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തിയാണ് മുൻപ് ഡൽഹിയിലെല്ലാം തന്നെ ഈ അന്വേഷണം നടത്തിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് ഇയാൾക്ക് മുമ്പ് കേരളത്തിൽ പരിചയങ്ങളില്ല എന്നും ഇയാൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ എത്തുന്നതെന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരൊരു ക്രൈം ചെയ്യുന്നതിന് ആരെല്ലാം സഹായിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, ഇതെല്ലാം തന്നെ വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ പോലീസിനെ
BJP അടക്കമുള്ള വകുപ്പുകൾക്ക് മേൽ ചുമത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് വളരെ വിശദമായിട്ട് തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ചോദ്യം ചെയ്യൽ ഇന്ന് മുഴുവനായിട്ടും ഈ ദിവസം ചോദ്യം ചെയ്യൽ തന്നെ ആകും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. വളരെ വിശദമായിട്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട ഈ ക്രൈമുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എയർ ക്യാമ്പിൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. CV അനുമോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എലത്തൂർ ട്രെയിനിലെ തീവയ്പ് കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രതിയെ പിടികൂടാൻ പോലീസ് വൈകിയെന്നും കേന്ദ്ര ഏജൻസികൾ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്നും വി മുരളീധരൻ പറഞ്ഞു. നമ്മുടെ അന്വേഷണ ഏജൻസികൾ, പോലീസ് സംവിധാനം അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതി ഈ സംഭവത്തിന് ശേഷം കേരളം വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ടായി. അതും വേണ്ടത്ര ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടികൾ, ആ നടപടികൾ ഉണ്ടാകാതിരുന്നതിന്റെ ഫലമായിട്ടാണ് എന്ന് വേണം പറയാൻ. ചെന്നൈയിൽ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ 125ാം വാർഷിക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തത്സമയത്തിലേക്ക്. Similarly, basic things like a house, electricity, LPG connections, toilets, and more are reaching every family. Friends, Swami Vivekananda had a grand vision for India. Today, I'm sure he is proudly watching India working to fulfill his vision. His most central message was about faith in ourselves and our country. Today, many experts are saying this will be India's century. More importantly, every Indian feels it is our time now. We engage with the world from the position of confidence and mutual respect. Swamiji used to say that we are nobody to help women. When they have the right platform, they will lead society and solve problems themselves. Today's India believes in women-led development. Whether it is startup or sports, armed forces or higher education, women are breaking barriers and making records. Swamiji believed sports and fitness to be crucial for character development. Today, society has begun to see sports as a professional choice rather than just an extra activity. Yoga and Fit India have become mass movements. Swamiji believed that education empowers. He also wanted technical and scientific education. Today, the national education policy has brought in reforms that bring global best practices to India. Skill development has received unprecedented support. We also have one of the world's most vibrant tech and scientific ecosystems. Friends, it was in Tamil Nadu that Swami Vivekananda said something significant for the India of today. He said that even assimilating 5 ideas and living them fully was very powerful. We just celebrated 75 years of independence. The nation has set its sights on making the next 25 years as Amrit Kal. This Amrit Kal can be used to achieve great things by assimilating 5 ideas, the Panch Prana.
ചെന്നൈയിൽ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ 125ാം വാർഷിക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തത്സമയ സംപ്രേക്ഷണമാണ് പ്രേക്ഷകർ കണ്ടത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ ATM തകർത്ത് മോഷണശ്രമം. SBI ATM തകർക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു നീല ഷർട്ടിട്ട് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നു. അപ്പോൾ എന്തോ ഇയാളുടെ ഒരിക്കലും പന്തിയല്ലെന്ന് തോന്നി. അപ്പം ഞാൻ ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നതിന് ശേഷം ആ ഷീറ്റ് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ഇപ്പോൾ ക്രോസ് ചെയ്ത് അകത്തേക്ക് വന്നു. അപ്പോൾ അതിനകത്ത് ഇത് പൊളിച്ചു കഴിഞ്ഞു. അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ്. അപ്പം ഞാൻ ചോദിച്ചിന്ന് അവധിയല്ലേ, ബാങ്കിൽ ആരെങ്കിലും നിങ്ങൾ ബാങ്കിൻ്റെ വർക്കിന് വന്നാണെങ്കിൽ അവിടെ ആരെങ്കിലും കാണണ്ടേ? അപ്പം പുള്ളി അതൊന്നും ശ്രദ്ധിക്കാതെ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ്. അപ്പം ഞാനൊരു പന്തിയല്ലെന്ന് തോന്നി അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. വടി കൊണ്ട് തന്നെ ഓങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ വടി കയറി പിടിച്ചു മേടിച്ചിട്ട് വഴി ഞാൻ എടുത്ത് കൈ പിടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇനി ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് നീ പണി ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ തേവര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. അവർ പരിശോധിച്ചിട്ട് ഇവനെ കൊണ്ടുപോയത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, ഒപ്പം ഈ പ്രതിയുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഏതാണ്ട് 3:30 സംഭവം ഉണ്ടായത്. ഈ പനമ്പള്ളി നഗറിലെ വഴി അരികിലൂടെ മെട്രോ സ്റ്റേഷനടുക്ക് സമീപം തന്നെയുള്ള ATMലാണ് ഈ മോഷ്ടാവ് എത്തിയത്. ജാർഖണ്ഡ് സ്വദേശിയായ ആളെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ പേരും മറ്റു വിശദാംശങ്ങളും അല്പസമയത്തിനകം വെളിപ്പെടുത്തുമെന്നും പറയുന്നു. വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ATM കൗണ്ടറിന് സമീപം നിലയുറപ്പിക്കുകയും ATM കൗണ്ടറിന് സമീപത്തെ മുൻവശ ഭാഗം പൊളിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയുമായിരുന്നു. ഈ സമയത്താണ് സമീപത്ത് തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡായ മണികണ്ഠൻ എന്ന ആൾ ഇയാളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും ഓടി സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും മണികണ്ഠന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം അപ്പോൾ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയുകയും ചെയ്തു. കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് ഈ ഹോംഗാർഡിനെ മർദ്ദിക്കാനുള്ള ആ ശ്രമമൊക്കെ ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തേവര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ആ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി പ്രതിയെ പിടികൂടി കൊണ്ടുപോവുകയുമായിരുന്നു. എന്തായാലും ഇയാൾക്ക് നേരിയ തോതിലുള്ള മാനസികാശ്വാസം അടക്കമുള്ള ചില കാര്യങ്ങളുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട്. വളരെ വിശദമായി പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ ATM തകർത്ത മോഷണം ശ്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. മഹിളാ കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നു. KC വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരെ മാത്രം പട്ടികയിൽ തിരികെ കയറ്റിയെന്നാണ് ആരോപണം. ജബി മേത്തർക്ക് ഇരട്ട പദവി നൽകിയതിലും വലിയ ആക്ഷേപമുണ്ട്. പട്ടികയ്ക്കെതിരെ K സുധാകരനും രമേശ് ചെന്നിത്തലയും മഹിളാ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. മഹിളാ കോൺഗ്രസ് പുനഃസംഘടന നവംബറിൽ പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. നിശ്ചയിച്ചതിലും 5 മാസത്തിനു ശേഷമാണ് പട്ടിക പുറത്തുവന്നത്. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതോടെ പരാതി പ്രവാഹമാണ്. പട്ടികയിൽ ഇടം പിടിച്ചവരിൽ അധികവും KC വേണുഗോപാലിന്റെ അനുയായികളാണെന്നാണ് പ്രധാന ആക്ഷേപം. KPCC അധ്യക്ഷൻ K സുധാകരനും രമേശ് ചെന്നിത്തലയും നേരിട്ട് ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. പിന്നാലെ വിഷയമുന്നയിച്ച സംസ്ഥാനത്തെ 9 MPമാരും മല്ലികാർജ്ജുൻ ഖാർഗെയെ സമീപിച്ചെന്നാണ് വിവരം. ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് I വിഭാഗം നേതാവ് സുനിത വിജയനെ സംസ്ഥാന ഭാരവാഹിത്വം രാജിവെക്കാൻ പ്രേരിപ്പിച്ചത്. മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് സുനിതയുടെ പരാതി. KPCCയിലെ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ തടഞ്ഞു നിർത്തി വളരെ രൂക്ഷമായിട്ട് ജില്ലാ പ്രസിഡന്റ്ഷിപ്പിലേക്ക് എൻ്റെ പേരാണെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് ജില്ലാ പ്രസിഡന്റ് ആവണോ, നിനക്ക് ആവാൻ പറ്റൂല, മര്യാദയ്ക്ക് തരുന്നതും വാങ്ങിച്ചുകൊണ്ട് ഒരു മൂല ഇരുന്ന് കൊള്ളണം, അല്ലെങ്കിൽ നീ പുറം ലോകം കാണൂല എന്ന് പറഞ്ഞ് വളരെ വൾഗറായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു ബഹളം വെച്ചു. ജെബി മേത്തറയും അതുവഴി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും ലക്ഷ്യം വെച്ചാണ് മുതിർന്ന നേതാക്കളുടെ നീക്കങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. പുനഃസംഘടനയിൽ KSUവിലും തർക്കം. VT ബൽറാം, അഡ്വക്കേറ്റ് K ജയന്ത് എന്നിവർ സംഘടനയുടെ ചുമതലകൾ ഒഴിഞ്ഞു. ജംബോ കമ്മിറ്റി എന്നും വിവാഹിതരും കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് വിമർശനം. ഭാരവാഹികളടക്കം 100-ലധികം പേരെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന KSU പുനഃസംഘടിപ്പിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മറ്റൊരാളെ വിട്ടയച്ചു. അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയ പരപ്പൻപൊയ്യിൽ സ്വദേശിയും പ്രവാസിയുമായ ഷാഫിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സംഭവം.
വെള്ള സ്വിഫ്റ്റ് കാറിലാണ് അക്രമി സംഘം എത്തിയത്. ബഹളം കേട്ട് വീടിന് പുറത്തേക്ക് വന്നപ്പോൾ ഭർത്താവ് ഷാഫിയെ 4-അംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ടതായി ഭാര്യ സനിയ പറയുന്നു. ചെറുത്തതോടെ സനിയെയും കാറിലേക്ക് വലിച്ചു കയറ്റി. കാറിന്റെ ഡോറടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചു മുന്നോട്ട് പോയ ശേഷം റോഡിൽ ഇറക്കി വിട്ടതായി സനിയ പോലീസിന് മൊഴി നൽകി. ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ കൊല്ലയിലേക്ക് പോയി നോക്കിയിരുന്നു. അപ്പോൾ 4 ആൾക്കാർ അവരെ പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് കയറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി അവരെ പിടിച്ച് വലിക്കാൻ നോക്കി. അപ്പോൾ അവരെന്നെയും കൂടി അതിലേക്ക് പിടിച്ചിട്ട് ഡോറടിക്കാൻ പറ്റുന്നില്ലേനു. അപ്പോൾ അവർ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അവിടേക്ക് ഇറക്കിയിട്ട് ഡോറടിച്ചു. പിടിവലിക്കിടെ പരിക്കേറ്റ സനിയ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴുത്തിൽ പരിക്കേറ്റ പാടുകളുണ്ട്. പിടിവലി നടന്ന സ്ഥലത്തു നിന്ന് പിസ്റ്റലിന്റെ ഭാഗം കണ്ടെത്തി. 3 ആഴ്ച മുമ്പ് പണം ആവശ്യപ്പെട്ട് ഒരു സംഘം വീട്ടിലെത്തി അക്രമം നടത്തിയതായി ഇവർ പറയുന്നു. ഈ സംഭവത്തിൽ താമരശ്ശേരി പോലീസിൽ കേസ് നിലവിലുണ്ട്. ദുബൈയിൽ ബിസിനസ് നടത്തിയിരുന്ന ഷാഫി 1 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. വിദേശത്തുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശി നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 താമരശ്ശേരി. കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബ്രഹ്മപുരത്ത് പുതിയ മാലിന്യ പ്ലാന്റിന് ടെൻഡർ ക്ഷണിച്ചു. 48.56 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. പ്രതിദിനം 150 ടൺ ജൈവമാലിന്യം സംസ്കരിക്കുകയാണ് ലക്ഷ്യം. 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് വ്യവസ്ഥ. ഏപ്രിൽ 25-നാണ് ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സമാനമായ പദ്ധതികൾ നടപ്പാക്കി 5 വർഷത്തെ പരിചയം വേണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. പ്രതിവർഷം 43,800 ടൺ മാലിന്യം കൈകാര്യം ചെയ്തും പരിചയം വേണമെന്നും വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു. അതേസമയം ബ്രഹ്മപുരം വിഷയത്തിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഏപ്രിൽ 11-ന് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. ഈ സോൺട്ര കമ്പനി മുൻകാല പരിചയമില്ലാതെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും വഴിവിട്ട കരാറുകളെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് കൊടുത്തിരിക്കുന്ന പണം തിരികെ ലഭ്യമാക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതെ സർക്കാർ അതിൽ നിന്നെല്ലാം മാറി ഇവരെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് നിയമപരമായിട്ടുള്ള ജനങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. വരും ദിവസങ്ങളിൽ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവുമെല്ലാം ഞങ്ങൾ തീർക്കും. വാർത്തകളിലേക്ക്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരനായ KT റമീസിനെ തിങ്കളാഴ്ച ED കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കള്ളക്കടത്തിലെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ ഇന്നലെ ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തിയ ശേഷമായിരുന്നു KT റമീസിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്വർണ്ണക്കച്ചവടക്കാർ അടക്കമുള്ള വലിയ റാക്കറ്റ് കള്ളക്കടത്തിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് EDയുടെ സംശയം. ഇക്കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ റമീസിനെ ED കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. സ്വർണ്ണക്കടത്ത് കേസിൽ തുടർന്നും അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുമ്പോഴും സ്വർണത്തിന്റെ ഉറവിടം, വിറ്റഴിക്കപ്പെട്ട ഇടങ്ങൾ എന്നിവയിൽ കേന്ദ്ര ഏജൻസികൾ മൗനം പാലിക്കുന്നതായി ഇടത് ക്യാമ്പ് ആരോപിച്ചിരുന്നു. കേസിന്റെ വിചാരണ ആരംഭിക്കും മുമ്പ് ഇത്തരം പഴുതുകൾ അടയ്ക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സ്വർണ്ണക്കടത്ത് ആസൂത്രകരെയും ഇടപാടുകാരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ 5-ാം പ്രതിയാണ് റമീസ്. നേരത്തെ കസ്റ്റംസും NIA-യും റമീസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടാണ് ED പരിശോധിക്കുന്നത്. നയതന്ത്ര ബാഗിൽ നിന്ന് പിടികൂടിയ 30 കിലോ സ്വർണത്തിനു പുറമെ മുമ്പ് 12 തവണ സമാനമായ രീതിയിൽ റമീസിന്റെ ആസൂത്രണത്തിൽ കള്ളക്കടത്ത് നടത്തിയതായാണ് EDയുടെ കണ്ടെത്തൽ. ഇതിലെ ഹവാല കള്ളക്കടത്ത് ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. ഇടപാടിൽ റമീസിന്റെ പങ്കാളിത്തം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഇപ്പോഴത്തെ നടപടി. ന്യൂസ് 18 കൊച്ചി. പേവിഷബാധ ചികിത്സാ പിഴവ് അന്വേഷണത്തിൽ ബാലാവകാശ കമ്മീഷൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരും കാർത്തിക്കും കുടുംബവും 10-ന് ബോർഡിന് മുന്നിൽ ഹാജരാകും. അതേസമയം ആരോഗ്യവകുപ്പ് ആലപ്പുഴയിൽ രൂപീകരിച്ച അന്വേഷണ സംഘം തിങ്കളാഴ്ചയോടെ തെളിവെടുപ്പ് ആരംഭിക്കും. ന്യൂസ് 18 ഫോളോ അപ്പ്. പേവിഷബാധ തടയാൻ റാബീസ് വാക്സിൻ എടുത്ത് തളർന്നുപോയ കാർത്തിക്കിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലൂടെയാണ്. ചേർത്തല താലൂക്ക് ആശുപത്രി അധികൃതർ പനിയെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ കുട്ടിക്ക് റാബീസ് വാക്സിനേഷനെ തുടർന്ന് സെർവിക്കൽ മൈലൈറ്റിസ് ബാധിച്ചുവെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തിയതും കോട്ടയത്താണ്.
ചികിത്സ നൽകിയ ന്യൂറോളജിസ്റ്റ്, മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ, ആശുപത്രിയുടെയും കുടുംബത്തിന്റെയും പക്കലുള്ള ചികിത്സാ രേഖകൾ എന്നിവയാണ് കമ്മീഷൻ നിയോഗിച്ച മെഡിക്കൽ ബോർഡ് പരിശോധിക്കുക. ശരീരമാസകലം വേദനയും തളർന്ന അവസ്ഥയുമായതിനാൽ കാർത്തികുമായി കോട്ടയത്തേക്ക് എത്തുക എന്നത് ശ്രമകരമാണ്. അതേസമയം മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചുവെന്ന് പ്രാഥമിക ചികിത്സാ രേഖകളിൽ നിന്ന് ബോധ്യമാകുന്ന ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോഗ്യവകുപ്പും തിങ്കളാഴ്ചയോടെ വിപുലമായ അന്വേഷണം ആരംഭിക്കും. ആശുപത്രിക്കെതിരെ വ്യാപക പരാതിയാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് തന്നെ തുറന്നടിച്ചിരുന്നു. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. വ്യാപകമായ പരാതി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ചേർത്തല ആശുപത്രിയെ സംബന്ധിച്ചുള്ളതും ഞാൻ ഗൗരവതരമായി തന്നെ കണക്കിലെടുത്തു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും സ്ഥല MLA കൂടിയായ മന്ത്രിക്ക് ആയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ആലപ്പുഴയിലെ അന്വേഷണ സംഘത്തിന്റെ ചുമതല ഡെപ്യൂട്ടി DMOയ്ക്കാണ്. ഫിസിഷ്യനും ന്യൂറോളജിസ്റ്റും അടങ്ങുന്നതാണ് ആലപ്പുഴയിലെയും ടീം. മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുന്ന ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര പരാതികളാണ് ലഭിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് ഈ വാക്കുകൾക്ക് എത്രമാത്രം വില നൽകുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല കരുവയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പറമ്പിക്കുളത്തെ ഊരുമൂപ്പന്മാർ ഹൈക്കോടതിയെ സമീപിക്കും. തിങ്കളാഴ്ച പുനഃപരിശോധനാ ഹർജി നൽകും. 6 പഞ്ചായത്തുകൾ കക്ഷി ചേരും. നെന്മാറ MLA കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അഭിഭാഷകരുടെ യോഗത്തിലാണ് തീരുമാനം. ഹർജി പരിഗണിക്കുമെന്നാണ് വിശ്വാസമെന്ന് കെ ബാബു MLA പറഞ്ഞു. പൊതുവിൽ വന്ന അഭിപ്രായം റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം. പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിലുള്ള മൂപ്പന്മാരെ കൊണ്ട് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചത്. നിലവിൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നത് പോലെ അല്ല അതിനകത്ത് വന്നിട്ടുള്ള വിധി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് റിവ്യൂ പെറ്റീഷനിൽ ഗവൺമെൻറ് വരണം എന്ന അഭിപ്രായമാണ് പൊതുവെ വന്നിട്ടുള്ളത്. തൃശൂർ കോടന്നൂരിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു. 60-കാരനായ ചിറമ്മേൽ ജോയിയാണ് മരിച്ചത്. മകൻ റിജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കാൻ വൈകിയതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. തർക്കത്തിനിടെ അച്ഛന്റെ തല നിലത്തടിച്ച് പരിക്കേൽപ്പിച്ചു. അബോധാവസ്ഥയിലായ ജോയിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രി 8:45-നായിരുന്നു സംഭവം. ലൈഫ് ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി 4 ജില്ലകളിലായി പൂർത്തീകരിച്ച 4 ഭവന സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലയിലെ കടമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കടമ്പൂരിൽ നിർമ്മിച്ച ഭവന സമുച്ചയത്തിലെ ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ കൈമാറ്റവും മുഖ്യമന്ത്രി നടത്തി. മന്ത്രിമാരായ MB രാജേഷ്, കെ കൃഷ്ണൻകുട്ടി, അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർച്ചയായ 7ാം വർഷവും കൊല്ലം മുണ്ടയ്ക്കൽ പുവർ ഹോമിലെ അമ്മമാർക്കും മറ്റ് അന്തേവാസികൾക്കും MA യൂസഫ് അലിയുടെ കരുതലെത്തി. 25 ലക്ഷം രൂപയുടെ ധനസഹായമാണ് അഗതി മന്ദിരത്തിലെ അശരണരായ അന്തേവാസികൾക്ക് നൽകിയത്. പുവർ ഹോമിലെ അന്തേവാസികളുടെ ഭക്ഷണത്തിനും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും പുതിയ കിടക്കകൾ, ശുചിമുറികൾ, ചികിത്സാ സൗകര്യങ്ങൾ, മാനസികോല്ലാസത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനുമായി ഇതുവരെ 1.75 കോടി രൂപയുടെ ധനസഹായമാണ് യൂസഫ് അലി കൈമാറിയത്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം 105 അന്തേവാസികളാണ് പുവർ ഹോമിലുള്ളത്. വാർത്തകളിലേക്ക്. പ്രണയക്കെണി വിവാദവുമായി വീണ്ടും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സ്ത്രീകൾ ഇരകളാകുന്നുവെന്ന ഇടയലേഖനം. ഈസ്റ്റർ ദിനത്തിലാണ് ഇടയലേഖനം വായിക്കുന്നത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, എന്താണ് ഈ ഇടയലേഖനത്തിൽ പറയുന്നത്? ഈ ലവ് ജിഹാദ് എന്നുള്ള പരാമർശമാണോ ഉള്ളത്? മനു, കേൾക്കുന്നുണ്ടോ? മനുവിലേക്ക് തിരികെ എത്താം. പ്രണയക്കിണി വിവാദവുമായി വീണ്ടും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സ്ത്രീകൾ ഇരകളാകുന്നുവെന്നാണ് ഇടയലേഖനം. ഈസ്റ്റർ ദിനത്തിലാണ് ഇടയലേഖനം വായിക്കുന്നത്. മനു ഭരത് ഉണ്ട് എന്നാണ് കരുതുന്നത്. മനു, കേൾക്കുന്നുണ്ടോ? എന്താണ് ഈ ഇടയലേഖനത്തിൽ പറയുന്നത്? വീണ്ടും ഇടയലേഖന വിവാദവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സ്ത്രീകൾ ഇരകളാകുന്നു എന്നാണ് പറയുന്നത്. കെണിയിൽപ്പെട്ട സ്ത്രീകൾ ഇരകളാകുന്നു എന്നുള്ള പരാമർശമാണ് ഉള്ളത്. മനു ഭരത വിശദാംശങ്ങൾ നൽകും. മനു, വിശദാംശങ്ങൾ. ഈ ഇടയലേഖനത്തിൽ പറയുന്നത് ഈ യാത്രകളിലും ജോലി സ്ഥലങ്ങളിലും പഠന സ്ഥലങ്ങളിലും സ്ത്രീകൾ
ഈ സ്ത്രീകളെ ഇരകളായി കരുതുന്ന കഴുകന്റെ കണ്ണുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഈ ഇടയലേഖനത്തിൽ അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അപകടകരമായ ഒരു സാഹചര്യമാണ് എന്നും പറയുന്നു. പ്രണയക്കെണികളിൽ കുടുങ്ങി നമ്മുടെ പെൺകുട്ടികൾ ചതിക്കെണികൾ ഒരുക്കുന്ന സംഭവങ്ങൾ ആശങ്കാജനകമായി വർദ്ധിക്കുകയാണ്. സ്ത്രീകളുടെ കണ്ണീരൊപ്പുക എന്ന ഈശോയുടെ ആഗ്രഹമാണ് എന്ന സത്യം നാം തിരിച്ചറിയണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇടയലേഖനം ഈസ്റ്റർ ദിനത്തിൽ കുർബാന മധ്യേ എല്ലാ ഇടവക പള്ളികളിലും വായിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ്. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ഈ ഇടയലേഖനം പുറത്തിറക്കിയിരിക്കുന്നത്. പൊതുവെ സ്ത്രീകളുടെ വിഷയം ആണ് പ്രധാനമായും ഈ ഇടയലേഖനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. സ്ത്രീകളെ തുല്യരായി പരിഗണിക്കണം എന്ന് ഇടയലേഖനം ആവശ്യപ്പെടുന്നു. എന്നാൽ നമ്മുടെ സ്ത്രീകളെ ആദരിക്കുന്നതിൽ നമ്മുടെ രാജ്യവും സംസ്കാരവും നിലവിൽ പിന്നിലാണ് എന്ന ഒരു വിമർശനവും ഉണ്ട്. സഭയിലും സമുദായത്തിലും സ്ത്രീകൾ അവഗണന നേരിടുന്നത് വിസ്മരിക്കാനാകില്ല. ദൈവം മനുഷ്യനെ പുരുഷനായും സ്ത്രീയായും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സ്ത്രീ പുരുഷ സമത്വമാണ് ഉള്ളത്. അങ്ങനെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം നൽകുന്ന ഒരു ഇടയലേഖനത്തിനാണ് അവരെ ഇത്തരത്തിൽ പ്രണയക്കെടികളിൽ കുടുക്കുന്നതിന് വേണ്ടി ഉള്ള കഴുകൻ കണ്ണുകൾ ഉണ്ട് എന്ന സൂചന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നൽകുന്നത്. നേരത്തെയും ഇദ്ദേഹം സമാനമായ രീതിയിൽ ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചതാണ്. അന്ന് ഈ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് പല ആളുകളും തന്നോട് പറയുന്നു. പക്ഷെ അതിന് ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിന് സമാനമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്ന ഒരു വിമർശനം അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിന് ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇടയലേഖനത്തിലും അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ദക്ഷിണേന്ത്യൻ പര്യടനം തുടരുന്നു. തെലങ്കാനയിൽ എത്തിയ പ്രധാനമന്ത്രി സെക്കന്ദരാബാദ് തിരുപ്പതി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. वंदे भारत एक्सप्रेस अपने गंतव्य की ओर बढ़ रही है. ये हमारे लिए बहुत ही ഹൈദരാബാദ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 11,360 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. തുടർന്ന് തമിഴ്നാട്ടിലെത്തിയ നരേന്ദ്രമോദി ചെന്നൈ വിമാനത്താവളത്തിലെ നവീകരിച്ച ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ചടങ്ങിൽ പങ്കെടുത്തു. 1,260 കോടി രൂപ ചെലവിലാണ് ടെർമിനലിന്റെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ കോൺഗ്രസിന്റെയും ദ്രാവിഡ സംഘടനകളുടെയും നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുകയാണ്. കന്നി യുദ്ധവിമാനയാത്ര നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. അസമിലെ തേസ്പൂർ വ്യോമ കേന്ദ്രത്തിൽ നിന്ന് സുഖോയ് 30 യുദ്ധവിമാനത്തിലാണ് രാഷ്ട്രപതി യാത്ര ചെയ്തത്. ഇതാദ്യമായാണ് തേസ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഒരു രാഷ്ട്രപതി യുദ്ധവിമാന യാത്ര നടത്തുന്നത്. യാത്രാവേളയിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി എന്നിവയുടെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതിയെ പിന്തുടർന്നു. ഇതിനു മുൻപ് മുൻ രാഷ്ട്രപതിമാരായ APJ അബ്ദുൽ കലാമും പ്രതിഭ പാട്ടീലും യുദ്ധവിമാന യാത്ര നടത്തിയിരുന്നു. രാജ്യത്ത് തുടർച്ചയായ 2ാം ദിവസവും 6000 കടന്ന് കോവിഡ് കേസുകൾ. പുതുതായി 6155 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5.63% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് ബാധിച്ചുള്ള 11 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 31,194 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. മമ്മൂട്ടി നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ ചിത്രമാണ് ഏജന്റ്. ചിത്രത്തിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് നഗരത്തിലെ ARC കോർണേഷൻ തിയേറ്ററിൽ മമ്മൂട്ടിയുടെ 50 അടി ഉയരത്തിലുള്ള കട്ടൌട്ട് പ്രദർശിപ്പിച്ചു. കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് യൂലിൻ പ്രൊഡക്ഷൻസ് ആണ് കട്ടൌട്ട് വെച്ചത്. സുരേന്ദർ റെഡ്ഡി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രത്തിൽ നവാഗതനായ സാക്ഷി വൈദ്യയാണ് നായിക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.